പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയത്ത് പ്രിയമുള്ളവരെ വിശുദ്ധോധനയെ കർത്താവിലേക്ക് വിലപ്പെട്ട അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ തള്ളിക്കളയുമ്പോൾ, മനുഷ്യർ നമ്മെ മാറ്റി നിർത്തുമ്പോൾ, മനുഷ്യർ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ കൊള്ളാമെന്ന് പറയുന്ന, നമ്മെ ഉപയോഗിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 22 23 ഇങ്ങനെയാണ് വായിക്കുന്നത്: വീടു പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അടുത്ത പദം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞൊരു കല്ല്. നമുക്കറിയാം, അടുത്ത പദം പറയുന്നത് മൂലക്കല്ല് ആയിത്തീർന്നു എന്നാണ്. അപ്പോൾ വീടിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അതിനൊരു മൂലക്കല്ലുണ്ട്, അതിനിടുന്ന കല്ല് മൂലക്കല്ലുണ്ട്. അതിലാണ് അടുത്ത കല്ല് വയ്ക്കുന്നത്, അതിലാണ് അതിൻ്റെ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. വചനം ഇന്ന് ഈ സമയത്തിൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കുന്നത്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞോട്ടെ, മാറ്റിയിട്ടോട്ടെ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞോട്ടെ, പക്ഷേ അതിനെ മൂലക്കല്ലാക്കി മാറ്റാൻ, ഏറ്റവും കേന്ദ്ര ബിന്ദുവാക്കി മാറ്റാൻ കഴിവുള്ള കരുത്തുള്ളൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു വീട് പണിയുന്ന വ്യക്തിയോട് ചോദിച്ചാൽ ആദ്യം വെക്കുന്ന കല്ല് മൂലക്കല്ലായി വെച്ചിരിക്കുന്ന കല്ലിൽ തുടർന്ന് പണിയുകയാണ്. അതിനെ തിരുത്തി എഴുതിയിട്ടാണ് ബൈബിൾ പറയുന്നത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞത്. ഇന്ന് സമൂഹത്തിനകത്ത് ദുഷികളും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കേൾക്കുന്നവരായിരിക്കാം ഒട്ടുമിക്ക പേരും. പ്രൈസ് ദി ലോർഡ്. തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത നിലയിൽ ആകെപ്പാടെ പ്രയാസങ്ങളും പരിഹാസങ്ങളും നിന്ദകളും ചുമക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ നോക്കിയാണ് പരിശുദ്ധാത്മാവി വചനം കൈമാറുന്നത്. നിങ്ങൾ ദുഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാനുണ്ട്. യഹോവയാൽ ചിലർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ തകർന്നെന്ന് കരുതരുത്. മാറ്റി നിർത്തി എന്ന് കരുതി അവസാനിച്ചു എന്ന് കരുതരുത്. മറിച്ച് നമ്മെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ, ഉപേക്ഷിച്ചവരുടെ മുൻപിൽ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അടിസ്ഥാനമിടാൻ, ഒരു കേന്ദ്ര ഭാഗമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, ഇബ്താഹ് എന്ന മനുഷ്യനെ കുറിച്ച് നമുക്ക് വളരെ പരിചിതമാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്താഹിന്റെ സ്വന്തം കുടുംബക്കാർ ഇബ്താഹിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ അവകാശിയാകത്തില്ല. ഇബ്താഹിനെ മാറ്റി നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇബ്താഹ് വഴക്ക് കൂടുകയല്ല ചെയ്തത്. ഇബ്താഹിനെ മാറ്റി നിർത്തുമ്പോൾ ഇബ്താഹ് നിസാരന്മാരോടുകൂടെ പോയി പാർത്തു എന്ന് വചനം പറയുന്നു. ഇന്ന് നിസാരന്മാരോടുകൂടെ പാർക്കുമ്പോൾ ആ കാലയളവിൽ ഇബ്താഹ് കേൾക്കുന്ന അല്ലെങ്കിൽ ഇബ്താഹ് ചുമക്കുന്ന നിന്ദകൾ
എനിക്കെൻ്റെ കുടുംബത്തിലൊരു അവകാശമില്ല, എനിക്കെൻ്റെ കുടുംബത്തിൽ കയറാൻ കഴിയത്തില്ല, അവരുടെ കൂടെ പാർക്കാൻ കഴിയത്തില്ല, അവരെന്നെ മാറ്റി നിർത്തും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മാറ്റി നിർത്തപ്പെടലുകൾ അനുഭവിച്ച ഒട്ടനവധി പേരുകൾ. എത്ര സ്നേഹം നമ്മൾ അങ്ങോട്ട് കൊടുത്താലും, എത്ര ബഹുമാനം നമ്മൾ അങ്ങോട്ട് കൊടുത്താലും തിരിച്ചു കിട്ടുന്നത് പഴിക്കപ്പെടലുകളായിരിക്കാം, ദുഷികളായിരിക്കാം, നിന്ദകളായിരിക്കാം. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിന് ചിലത് പറയാൻ പിതാവേ, തള്ളിക്കളഞ്ഞവർ തേടി വരുന്നൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉപേക്ഷിച്ചവർ ഉപയോഗിക്കാൻ തേടി വരുന്നൊരു സമയമുണ്ട്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ഉപേക്ഷിച്ചവർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മെ തേടി വരുന്നൊരു സമയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഇബ്താഹ് നിസാരന്മാരോടുകൂടെ പോയി പാർക്കുകയാണ്. നിസാരന്മാരോടുകൂടെ പാർക്കുമ്പോൾ ഇബ്താഹിൻ്റെ മനസ്സിനകത്തൊരു ഭാരമുണ്ടാകാം. കുടുംബത്തിനകത്ത് അവകാശിയാകേണ്ടവൻ കുടുംബത്തിനകത്തുനിന്ന് ഒറ്റപ്പെട്ടു പോയ സാഹചര്യം. എന്നാൽ ഇബ്താഹേ, നീ ഇരിക്കുന്ന ഇടത്ത് താങ്കളെ തേടി വരുന്ന, ഉപേക്ഷിച്ചവർ താങ്കളെ തേടി വരുന്നൊരു സമയമുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളോട്, ബഹുമാന്യരായ മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ പറയാം. എവിടെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ന്യായത്തിനും നീതിക്കും നിന്നിട്ട് തലകുനിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെട്ടു പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ, അവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതരുതേ. നമ്മെ ആ തള്ളിക്കളഞ്ഞവർ തന്നെ തേടി വരുന്നൊരു സമയം നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുക പരിശുദ്ധാത്മാവ്. മനുഷ്യർ തള്ളുമ്പോൾ ദൈവം കൈക്കൊള്ളുവാനിടയായിത്തീരും. മനുഷ്യർ തള്ളട്ടെ, മനുഷ്യരുപേക്ഷിക്കട്ടെ, മനുഷ്യൻ കൊള്ളത്തില്ല എന്ന് പറയട്ടെ, ദൈവം നമ്മെ കൈക്കൊള്ളുന്നൊരു സമയം വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഇബ്താഹിനെ തേടി വരികയാണ്. പിന്നീട് നീ ഞങ്ങളുടെ കൂടെ അവകാശിയാകത്തില്ല എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കിയവർ തന്നെ തേടി വന്നിട്ട് പറയുക, നീ ഞങ്ങളുടെ മുൻപിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഞങ്ങളുടെ കൂടെ വരണം, നീ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടണം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ ബഹുമാന്യരോട് ഞാൻ പറയാം, താങ്കളെ ഉപേക്ഷിച്ചവരുടെ നടുവിൽ, താങ്കളെ കൈക്കൊള്ളാതെ വിട്ടവരുടെ നടുവിൽ, തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ അവരെ കൊണ്ട് തന്നെ തിരിച്ചു വിളിപ്പിക്കുന്ന, ചേർത്തു പിടിപ്പിക്കുന്ന, താങ്കളില്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയിപ്പിക്കുന്നൊരു സമയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുക. അതുകൊണ്ടാണ് അടുത്ത പദം വായിക്കുന്നത്, ഇത് യഹോവയാൽ സംഭവിച്ചു. ചിലർക്ക് സാക്ഷ്യം പറയാൻ കാണും, കഴിഞ്ഞ കാലയളവിൽ അനുഭവിച്ച നിന്ദയും പരിഹാസവും ദുഷികളും അത് മാറി ഇന്ന് ദൈവം അതിനൊരു പര്യവസാനം വരുത്തി. ചിലർക്ക് ഞാൻ വേണം, ചിലർക്ക് എന്നെ ഉപയോഗിക്കണം എന്നുള്ള തരത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മളാലല്ല, ഇത് യഹോവയാൽ സംഭവിച്ചു. ഇത് യഹോവയാൽ സംഭവിച്ചു. യഹോവയാൽ ചിലർ സംഭവിക്കാൻ പോകുകയാണ്. ചിലരെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ ഉപയോഗിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യർ തള്ളിക്കളയുമ്പോൾ കൈക്കൊള്ളുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ദൈവത്തിന് വേണ്ടി മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.